കണ്ടുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു കുടുംബത്തിൽ ദീനുണ്ടെങ്കിലുണ്ടല്ലോ സന്തോഷം അല്ലാഹു തആല നമുക്ക് എത്തിച്ചേരും. ആ ദീനിന്റെ കുറവെന്താന്ന് നമ്മൾ ചിന്തിക്കണം. ഇന്ന് ചില മാതാപിതാക്കൾ സങ്കടപ്പെടാറില്ലേ? മക്കള് സംരക്ഷിക്കുമെന്ന് ഉറപ്പില്ല, ഇരിക്കുന്നൊന്നും എന്നെ നോക്കൂല. ചില വാപ്പാർ ഇപ്പോഴേ സങ്കടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. 4-5 മക്കളുണ്ട്, ഒരൊറ്റയൊന്നും എന്നെ നോക്കുന്നില്ല, എനിക്ക് തിന്നാൻ തരുന്നില്ല. ചിലന്മാർ ഇപ്പോഴും ബേജാറില്ല. കുടുംബത്തിൽ ദീനുണ്ടോ? ഒരു മാതാപിതാക്കളും അവഗണിക്കപ്പെടൂല, ഒരു മാതാപിതാക്കളും സങ്കടപ്പെടൂല. കാരണം ഇതേ ചരിത്രത്തിന്റെ അവസാനം മറ്റൊരു ചരിത്രമുണ്ട്. ഒരു ദിവസം പൂർണ്ണമായി കിട്ടിയ നല്ലൊരു റൊട്ടിയുമായി അലി റളിയല്ലാഹു വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ റൊട്ടി കണ്ട ഫാത്തിമ ബീവി സന്തോഷം കൊണ്ട് ഇങ്ങനെ പുഞ്ചിരിക്കുമ്പോൾ അലി റളിയല്ലാഹു ആ റൊട്ടി 4 മുറിക്കും. ഒരു കഷണം മകൻ ഹസന് കൊടുക്കും, ഒന്ന് ഹുസൈനും കൊടുക്കും. ഒരു കഷണം ഫാത്തിമ ബീവിക്കും കൊടുക്കും, ഒരു കഷണം അലിയും തിന്നാൻ തുടങ്ങും. 3 പേരും തിന്നു തുടങ്ങുമ്പോൾ ഫാത്തിമ ബീവി റൊട്ടി പിടിച്ചിങ്ങനെ സങ്കടപ്പെടും. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട മകളോട് അലി റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, ഫാത്തിമ നീ എന്തിനാ കരയുന്നത്? എനക്ക് ആ റൊട്ടി മതിയായിട്ടില്ലേ ഫാത്തിമ? ഫാത്തിമ ബീവി പറഞ്ഞു, അതുകൊണ്ടല്ല അലി, ഈ റൊട്ടി കണ്ടപ്പം എനിക്ക് എന്റെ വാപ്പനെ ഓർമ്മ വന്ന്. പട്ടിണി കിടക്കുന്ന വാപ്പാൻ എന്റെ കണ്ണ് കാണുന്നുണ്ട് അലി ഞാൻ, അതുകൊണ്ട് ഈ റൊട്ടി ഞാൻ എന്റെ വാപ്പാക്ക് കൊടുക്കുക. ആ റൊട്ടിയുമായി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വേഗം ചെല്ലുന്നത് റസൂലുള്ളാഹിന്റെ അരികിലേക്കാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒരു ഈത്തപ്പന ഓലയിൽ കൈ ഇങ്ങനെ തലയണയാക്കി വെച്ച് ഇങ്ങനെ കിടന്നുറങ്ങുക. വാപ്പാന്റെ കാലിന്റെ തൊടഭാഗത്ത് പതുക്കെ 2 തട്ട് തട്ടിയിട്ട് ഫാത്തിമ ബീബി പറഞ്ഞു, ഒരു റൊട്ടി കിട്ടിയിട്ടുണ്ട്, കണ്ടപ്പോ എനിക്ക് ഇങ്ങളെയാ ഉപ്പ ഓർമ്മ വന്ന്, ഇത് നിങ്ങൾക്കായിട്ട് തരാൻ വന്നതാ. അല്ലാഹുവിന്റെ റസൂലുള്ളാഹ് എഴുന്നേറ്റിരുന്ന ആ റൊട്ടി ഇങ്ങനെ വാങ്ങി ആ റൊട്ടിയിലേക്ക് നോക്കിയിട്ട് പുഞ്ചിരിയോടെ പറയും, മോളെ ഫാത്തിമ, 3 ദിവസങ്ങൾക്ക് ശേഷം നിന്റെ വാപ്പന്റെ വയറ് കാണുന്ന ആദ്യത്തെ ഭക്ഷണാണിത്. 3 ദിവസമായി മോളെ ഞാനും ആയിഷയും പച്ചവെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ. എന്നിട്ട് ആ റൊട്ടി കഷണങ്ങളാക്കി ഒന്ന് ഫാത്തിമ ബീവിക്കും ഒന്ന് ആയിഷ ബീവിക്കും കൊടുത്ത് ബാക്കി ഒരു റൊട്ടി കഴിക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ കണ്ണ് നിറഞ്ഞു. ഫാത്തിമ ബീവി ചോദിക്കുന്നുണ്ട്, വാപ്പ എന്തിനാ നിങ്ങൾ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ ആകാശത്തേക്ക് നോക്കി പറഞ്ഞു, എന്റെ ഉമ്മത്തിനൊരു കാലം വരും, അന്ന് ഭക്ഷണം അവർക്ക് കൂടുതലായിരിക്കും, ആർത്തി പിടിച്ചവര് ഭക്ഷണം തിന്നും, ആർത്തി പിടിച്ചവര് ഭക്ഷണത്തിന്റെ പിന്നാലെയോടും. ഞാൻ ഭയപ്പെടുന്നുണ്ട് ആയിഷ, എന്റെ ഉമ്മത്തിന് ദാരിദ്ര്യമല്ല, അവർ പണക്കാരാവുന്ന ഒരു കാലത്തെ പറ്റിയാ ഞാൻ അവരെ തൊട്ട് ഭയപ്പെടുന്നത്. വല്ലാഹി സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അല്ലാഹു സാക്ഷി, ഓരോ അനുഗ്രഹത്തെ പറ്റിയും ചോദ്യം ചെയ്യപ്പെടാതെ ഒരാളും അല്ലാഹുവിന്റെ മുൻപിൽ നിന്നും വിട്ടുകിടക്കുന്നില്ല.